അദ്ദേഹം മസ്ജിദിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചൊല്ലുമായിരുന്നു, യാ ശഫീഅൽ വറാ സലാമുൻ അലൈക് അൻത ബദറുദ്ദുജാ സലാമുൻ അലൈക്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശംസുൽ ദുഹയാണ്, ബദറുദ്ദുജയാണ്, സിറാജുൽ മുനീറാണ്, ജ്വാലയാണ്, ദീപമാണ്, പ്രകാശമാണ്. അന അഅറഫുകും ബില്ലാഹി വ അശദ്ദുകും ലഹു ഖശിയതൻ. ഈ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്, നമ്മോട് പറഞ്ഞത്, ഞാനാണ് അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ വെച്ചറിയുന്നവനും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കർക്കശമുള്ളവനും. അതുകൊണ്ട് ഈ നബി പഠിപ്പിച്ച സകല പാഠങ്ങളും ഇതുവരെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാനും എനിക്ക് ഇബാദത്ത് ചെയ്യുവാനും വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുകയാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഏകത്വം, അവന്റെ ശക്തിവിശേഷം ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്വായത്തമാക്കുകയാണ്. പ്രപഞ്ചം തന്നെ മസ്ജിദായി മാറുകയും ജീവിതം തന്നെ ഇബാദത്തായി മാറുകയും ചെയ്യുന്ന മഹാത്ഭുതം അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം അല്ലാഹു വേണ്ടുക ചെയ്താൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അലി ഇബ്നു അബീ താലിബിന്റെ വീരത്വമാർന്ന ജീവിതഗാഥകളിലേക്ക് നാളെയും മറ്റന്നാളുമുള്ള മണിക്കൂറുകൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ അവശേഷിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ സന്ദേശം പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം മദീനയിലേക്കുള്ള പാതയിൽ ലോകനായകന്റെ മുൻഗാമിയായി നിലകൊള്ളുന്ന മഹാരഥനാകുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് മറ്റു അംബിയാ മുർസലീങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബിയുമായി പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ബന്ധം, സ്ഥാനം എന്ന് ചോദിച്ചാൽ അതിന് സലാത്തും തഹയ്യാത്തുമാണ് മറുപടി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതഗാഥ തീർച്ചയായും മാനവികതയുടെ മതം എന്ന ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. സൂര്യൻ ഉദിച്ചപ്പോൾ അതാണ് എന്റെ റബ്ബ് എന്ന് പറയുകയും അത് അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്ന ഒന്നിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുകയും ചെയ്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയെയും മുഹമ്മദ് നബിയെയും അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم. ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം വർഷിച്ച പോലെ അല്ലാഹുവേ മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ കുടുംബത്തിന്റെയും മേൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അനുഗ്രഹം വർഷിക്കണമേ തമ്പുരാനേ. ഇങ്ങനെയാണ് അത്തഹിയ്യാത്തിൽ നമ്മൾ ഓരോ സമയത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹീം നബി നിർമ്മിച്ച കഅബ ശരീഫ്, മകനായ ഇസ്മാഈലിന്റെ സഹായത്താൽ നിർമ്മിച്ച കഅബ ശരീഫ്, ആ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടല്ലാതെ ഹജ്ജ് പൂർണ്ണമല്ല. ഇബ്രാഹിമിന്റെ പത്നിയായ ഹാജറ ബീവി വെള്ളത്തിന് വേണ്ടി ഓടിയ സഫാ മർവ കുന്നുകൾക്കിടയിൽ സഅയ് നടത്തിക്കൊണ്ടല്ലാതെ ഹജ്ജും ഉംറയുമില്ല. ഇബ്രാഹിമിന്റെ മകനായ ഇസ്മാഈൽ പിഞ്ചോമന പൈതൽ കാലിട്ടടിച്ചപ്പോൾ വെള്ളമില്ലാത്ത ജനവാസമില്ലാത്ത മരുഭൂമിയിൽ പൊട്ടി ഉണർന്നൊഴുകിയ മനോഹരമായ സംസം കിണർ ഇന്നും ലോകത്ത് അത്ഭുതമായി നിലകൊള്ളുന്ന കോടാനുകോടി കുടിച്ചിട്ടും കോടാനുകോടിയെ കുടിപ്പിച്ചിട്ടും ഇനിയും എന്നെന്നും നിറഞ്ഞ് കവിഞ്ഞൊഴുകി വരുന്ന മഹത്തായ സംസം. ആ സംസം മാഉ സംസം ലിമാ ശുരിബ ലഹു, വെള്ളം സംസം വെള്ളം എന്ന് പറയുന്നത് എന്തിനാണ് വേണ്ടിയാണോ കുടിച്ചത് അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. ഒരു ആരിഫായ മഹാനായ
വ്യക്തി സംസം വെള്ളം കുടിക്കാൻ നേരത്ത് നിയ്യത്ത് വെച്ചത്രേ, അല്ലാഹുവേ മഹ്ശറയിലെ ദാഹം തീരാനുള്ള നിയ്യത്തോടുകൂടി ഞാൻ സംസം കുടിക്കുകയാണ്. എന്ത് നിയ്യത്ത് വെച്ചിട്ടാണോ സംസം കുടിച്ചത് ആ നിയ്യത്ത് പൂർത്തീകരിക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടി കുടിച്ചോ അതിനു വേണ്ടിയാണ് ഈ വെള്ളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയോടുള്ള ബന്ധം ഓരോ പ്രവാചകന്മാരുടെയും ജീവിത വൃത്താന്തങ്ങളുമായി മദീനയുടെ പാത ബന്ധപ്പെട്ടിരിക്കുന്നു. ഖുദാ കേ ദീൻ കേ മൂസാ സെ പൂछिए अहवाल, खुदा के दीन के मूसा से पूछिए अहवाल कि आग लेने को जाए और पैगंबरी मिल जाए എന്ന് പറഞ്ഞ മൂസാ നബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അല്ലാഹുവിന്റെ ദീനിന്റെ സംഗതി അറിയണമെങ്കിൽ മൂസയോട് ചോദിച്ചു നോക്കൂ. മൂസാ സെ പൂछिए अहवाल, ഈ ദീനിന്റെ സ്ഥിതിഗതികൾ മൂസാ നബിയോട് അന്വേഷിച്ചു നോക്കൂ. എന്താണ് മൂസാ നബിയോട് അന്വേഷിക്കാനുള്ള പ്രത്യേകത? ആഗ് ലേനെ കോ ജായേ, തീ കൊണ്ടുവരാനാണ് മൂസാ നബി പോയത്. അവർ പയംബരി മിൽ ജായേ, തിരിച്ചു വന്നത് പ്രവാചകത്വം ലഭിച്ചുകൊണ്ടാണ്. തീ കൊണ്ടുവരാൻ പോയ മൂസാ നബി അലൈഹിസ്സലാം നബിയായിട്ടാണ് തിരിച്ചു വരികയുണ്ടായത്. അതുകൊണ്ട് ഓരോ അൻബിയാ മുർസലീങ്ങളുമായി, കുഷ്ഠരോഗിയെ തൊട്ട് ചികിത്സിച്ച ഈസാ നബിയുമായി അവരോടൊക്കെ മദീനയിലേക്കുള്ള പാത ബന്ധപ്പെട്ടിരിക്കുന്നു, കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇത് ഇബ്രാഹിമി മില്ലത്താണ്, ഹനീഫും മുസ്ലിമ. നാം ഇന്ന് വജ്ജഹത്തുൽ നിസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ആവർത്തനം മാത്രമാണ്. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ പരാമർശിക്കുന്ന അതിമനോഹരമായ ഏതാനും സൂക്തങ്ങൾ നമുക്കായിട്ട് വിട്ടുവെച്ച് പോയിട്ടുണ്ട്. ഞാൻ ആ സൂക്തങ്ങൾ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീം ലിഅബീഹി ആസർ അതത്തഖിദു അസ്നാമൻ ആലിഹ إني أراك وقومك في ضلال مبين. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. فلما جن عليه الليل رأى كوكبا قال هذا ربي. ഒരു ദിവസം ഒരു നക്ഷത്രം ഇങ്ങനെ ഉദിച്ചുയരാൻ തുടങ്ങിയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ റബ്ബാണ്. ലോകം ശാസ്ത്രത്തിന്റെ വലിയ വികാസത്തിൽ എത്തിയിരിക്കുന്നു. ചൊവ്വയിൽ കാലുകുത്തിയിരിക്കുന്നു, ഭൂമിയിൽ നേരത്തെ പോയിരിക്കുന്നു, മറ്റു പലയിടത്തും പോകാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഇന്ന് ശൂന്യാകാശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഒരു പുത്രി പോലും അടുത്ത കാലത്ത് ശൂന്യാകാശ സഞ്ചാരത്തിൽ അത്ഭുതങ്ങൾ കീഴടക്കുകയുണ്ടായി. അങ്ങനെ പോകുമ്പോൾ മനുഷ്യന് പ്രപഞ്ചത്തിന് അടിമപ്പെടുന്ന, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ കണ്ടവൻ ഭയപ്പെട്ടുകൊണ്ട് അതിനധീനമാകുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒരു ഭാഗത്ത് ശാസ്ത്രത്തിന്റെ അതിപ്രസരത്തിൽ ക്ലോണിംഗ് പോലുള്ള ക്രൂരകൃത്യങ്ങളിലൂടെ മനുഷ്യത്വം വെല്ലുവിളിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ അടുത്ത ദിവസം നടത്തിയ പ്രസ്താവന രാഷ്ട്രീയത്തെ ബാധിക്കുന്നതല്ല, ക്ലോണിംഗ് എന്ന ശാസ്ത്രീയ പരീക്ഷണത്തെ ബാധിക്കുന്നതാണ്. ക്ലോണിംഗ് അടുത്ത 10 കൊല്ലത്തേക്കെങ്കിലും നിർത്തിവെക്കാൻ മനുഷ്യത്വത്തിന്റെ പേരിൽ തയ്യാറാകണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അടുത്ത 10 കൊല്ലത്തേക്ക് ക്ലോണിംഗ് നിർത്തണമെന്ന് പറയാനാണ് ക്ലിന്റൺ തയ്യാറായതെങ്കിൽ മൂല്യബോധമുള്ളവർ എക്കാലത്തേക്കും അമ്മാതിരി പരീക്ഷണങ്ങൾ നിർത്തണമെന്ന് പറയേണ്ട കാലമാണ് നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും ആടിനെയും കുരങ്ങിനെയും ചേർത്ത് പുതിയ ഒരു മൃഗത്തെ ഉണ്ടാക്കുക, കുതിരയുടെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള വേറെ ഒരു ജീവിയെ ഉണ്ടാക്കുക, ശാസ്ത്രീയമായ സിദ്ധിയെ കയറൂരി വിട്ട് ലോകത്ത് വിപത്ത് സൃഷ്ടിച്ചു വരുത്തുക. കാനൻ പീറ്റർ ഗ്രീൻ എന്ന പ്രശസ്തനായ ലോക ചിന്തകൻ,
അദ്ദേഹം ദി പ്രോബ്ലം ഓഫ് റൈറ്റ് കോണ്ടാക്ട് എന്ന പുസ്തകത്തിൽ എഴുതിയ ഒരു വാചകം ഞാൻ ഈ അവസരത്തിൽ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇതെന്റെ റബ്ബാണ് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിലും അതിനനുബന്ധമായും നമ്മൾ ഈ വക കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പീറ്റർ ഗ്രീൻ പറയുകയാണ്, സയൻസ് ഡെയിലി പുട്സ് ഇൻടു അവർ ഹാൻഡ്സ് ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ പവേഴ്സ്. കൂടുതൽ കൂടുതൽ ശക്തമായ അധികാരങ്ങൾ, കൂടുതൽ കൂടുതൽ വിപുലമായ ശക്തികൾ ഓരോ ദിവസവും ശാസ്ത്രം നമ്മുടെ കയ്യിലിട്ട് തരുന്നു. ഒരു ദിവസം ഒരു പുതിയ കണ്ടുപിടുത്തം, വേറെ ഒരു ദിവസം വേറെ ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു ദിവസം കുഞ്ഞാട്, ക്ലോണാട്, ആടിന്റെ മുഖം, വേറെ ചില മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ. ഈ പരീക്ഷണം എവിടെയാണ് എത്തുക? കൊരങ്ങനെയും മനുഷ്യനെയും കൂട്ടിച്ചേർത്ത് വേറെ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്രേ. കൊരങ്ങനെയും വേറെ ഒരു മൃഗത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മൂന്നാമതൊരു മൃഗത്തെ ജനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ അറിവുകളും സിദ്ധികളും മനുഷ്യത്വത്തെ നിഷേധിക്കാൻ, മാനവിക മൂല്യങ്ങളെ തകർത്ത് കളയാൻ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പീറ്റർ ഗ്രീന്റെ ഈ വാക്കുകൾക്ക് അടിവര കുറിക്കണം. പുതിയ പുതിയ ശക്തികൾ ശാസ്ത്രം നമ്മുടെ കയ്യിൽ ഓരോ ദിവസവും ഇട്ടു തരുന്നു. But unless there is an advance in moral character to correspond to the advance in knowledge, the results must be bad. ശാസ്ത്രീയമായ പുരോഗതിക്കൊപ്പം നിൽക്കാവുന്ന ധാർമ്മികമായ ശക്തി മനുഷ്യന്റെ കൈവശമില്ലാതെ പോവുകയാണെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളുടെ ഫലങ്ങൾ വളരെ വിപൽക്കരമായിരിക്കും എന്നാണ് മഹാനായ പീറ്റർ ഗ്രീൻ മനുഷ്യ സമുദായത്തിന്റെ മുമ്പാകെ, ചിന്തിക്കുന്ന ആളുകൾക്ക് മുമ്പാകെ പറയുകയുണ്ടായത്. അമേരിക്കയുടെ പ്രസിഡന്റ് ക്ലിന്റൺ 10 കൊല്ലത്തേക്ക് ക്ലോണിംഗ് നിർത്തിവെക്കേണ്ടതിനെ കുറിച്ച് ആഹ്വാനം ചെയ്യേണ്ട ഒരു കാലാവസ്ഥ സമാഗതമായിട്ടുണ്ടെങ്കിൽ ഈ വക സംഗതികൾ ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Unless we have better men and women, civilization is heading for a crash. നല്ല ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, നല്ല മനുഷ്യരെ പടച്ചുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യ സംസ്കാരം തകർച്ചയിലേക്ക് കൂപ്പുകുത്തും എന്നാണ് മഹാനായ പീറ്റർ ഗ്രീൻ ഈ വാക്കുകളുടെ അവസാനമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പ്രകൃതിയിലെ അത്ഭുതങ്ങളെ കണ്ട് അത് തന്നെ പടച്ചവൻ എന്ന് വിളിച്ചു പറയുന്നവർക്കെതിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് മുന്നറിയിപ്പ് നൽകിയത്. നക്ഷത്രം ഇങ്ങനെ ഉദിച്ചു പൊങ്ങിയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞവനേ ഹാദാ റബ്ബി, ഈ നക്ഷത്രമുണ്ടല്ലോ, ഉദിച്ചുയരുന്ന താരകമേ, അത് തന്നെയാണ് എന്റെ റബ്ബ്. ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഫലമ്മാ അഫല, അതാണല്ലോ ബുദ്ധിമുട്ട്. നക്ഷത്രം അങ്ങ് അസ്തമിച്ചപ്പോഴോ, നക്ഷത്രത്തിന് എപ്പോഴും നിൽക്കാൻ കഴിയില്ലല്ലോ. രാവ് മാറുമല്ലോ, പകല് വരുമല്ലോ, പിന്നെയും രാവ് വിരുന്ന് വരുമല്ലോ. സൂര്യന്മാരും ചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഒന്നേ പിറകെ മറ്റൊന്നായി മറഞ്ഞു പോകുന്ന ഒരവസ്ഥ ലോകത്ത് പ്രപഞ്ചത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ സാധിക്കുമല്ലോ. അവസാനം ഇത് മുഴുവൻ നശിച്ച് നാമാവശേഷമാവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രത്തെ കണ്ട് ഇതാണ് റബ്ബെന്ന് പറഞ്ഞപ്പോൾ ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. നക്ഷത്രം അങ്ങ് അസ്തമിച്ചപ്പോ ത്യാഗിയായ വിപ്ലവകാരിയായ ഇബ്രാഹിം നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞത്രേ, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിക്കുന്നവരെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നൊന്നും ഉദിച്ചു നിൽക്കുന്നവനുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അസ്തമയമില്ലാത്ത തമ്പുരാനുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്നെ മാലിക്കെന്ന് വിളിച്ചോട്ടെ തമ്പുരാനെ, റബ്ബേ നിന്നെ ഞാൻ ഉടമസ്ഥൻ എന്ന് വിളിച്ചോട്ടെ. നിന്നെ ഞാൻ ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ പൂന്തോട്ടം എന്ന് വിളിച്ചോട്ടെ റബ്ബേ. നീ എന്ന പൂന്തോട്ടത്തെ പരിചയപ്പെടുത്താൻ വന്ന അമ്പിയാക്കളിൽ ഉന്നതനല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പടച്ച തമ്പുരാനെ കുറിച്ച് പറയാൻ വന്നവരിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉന്നത സ്ഥാനീയനായിട്ട് നിലകൊള്ളുകയാണ്. യദാ റബ്ബിനെ ഇബ്രാഹിം കി തലാശ് മേ
സനം കദ ജഹാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കാലഘട്ടം അതിന്റെ ഇബ്രാഹിമിനെ അന്വേഷിക്കുകയാണ്. അല്ലാമ ഇഖ്ബാൽ റഹിമഹുല്ലാഹ് ഈ കാലഘട്ടം അതിന്റെ ഇബ്രാഹിമിനെ അന്വേഷിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിനും ഒരു ഇബ്രാഹിം വേണം. ഈ കാലഘട്ടത്തിനും വേണം ഒരു ഇബ്രാഹിം. ആ ഇബ്രാഹിമിനെ ഈ കാലഘട്ടം തേടുകയാണ്. എന്താണ് ഇബ്രാഹിം ലോകത്ത് വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവം? ഡീഹ്യൂമനൈസിംഗിൽ നിന്ന് ഹ്യൂമനൈസിംഗിലേക്ക്, മാനവവൽക്കരണത്തിന് വിരുദ്ധമായ അവസ്ഥയിൽ നിന്ന് മാനവവൽക്കരണത്തിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യ സമുദായത്തെ നയിക്കുകയായിരുന്നു ഹസ്രത്ത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇതിന്റെ റബ്ബ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി. ഇബ്രാഹിം നബി വിടുന്നില്ല. അതിനുശേഷം ചന്ദ്രൻ ഉദിച്ചപ്പോഴോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് എന്റെ റബ്ബ്. فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. ചന്ദ്രൻ അസ്തമിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചില്ലെങ്കിൽ എനിക്ക് മാർഗദർശനം സിദ്ധിക്കില്ല. ഇതെന്താ, ഇത് എല്ലാം അസ്തമിച്ചു പോവുകയാണോ? നക്ഷത്രം അസ്തമിച്ചു പോയി, ഈ ചന്ദ്രനും അസ്തമിച്ചു പോയി. രണ്ടും കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ആൾ ഉദിച്ചു. فلما رأى الشمس بازغة قال هذا ربي هذا أكبر. അതിനുശേഷം സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. കൂടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്നും കൂടി പറഞ്ഞു, ഹദാ അക്ബർ, ഇത് മോശമല്ല, ഇത് കുറച്ച് വലിയ സാധനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് വലിയ സാധനമാണ്, സൂര്യൻ കുറച്ച് വലുതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നക്ഷത്രം അസ്തമിച്ചതിന്റെ പിറകെ ചന്ദ്രനും അസ്തമിച്ചതിന്റെ പിറകെ ഈ സൂര്യനും അസ്തമിച്ചപ്പോഴോ ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവുമായി പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ അകലെയാണ്, ഞാൻ അതിൽ നിന്ന് മുക്തനാണെന്ന് സൂര്യനും തന്റെ റബ്ബല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അതിനുശേഷം ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചതായിട്ട് ഖുർആൻ വിളംബരം ചെയ്യുകയാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ എന്റെ മുഖം നേരായ വഴിയിൽ ഏകനായ തമ്പുരാനെ നേരെ തിരിച്ചിരിക്കുന്നു, ഞാൻ അവന് വേണ്ടി എന്നെ അർപ്പിച്ചിരിക്കുന്നു. അസ്ലമ, ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, അസ്ലിം, നീ സമർപ്പിച്ചുകൊള്ളുക. ഖാല അസ്ലംതു, ഇബ്രാഹിം മറുപടി പറഞ്ഞു, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ഈ ശാസ്ത്രം, ഇബ്രാഹിം നബിയുടെ ഈ വിജ്ഞാനം, ആ വിജ്ഞാനത്തിൽ നിന്ന് ആധുനിക ലോകത്തിന് ഒരുപാട് പഠിക്കാനും പകർത്താനുമുണ്ട്. ഇബ്രാഹിം നബി സൈറ്റിന് പകരം ഇൻസൈറ്റിനെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. സൈറ്റ് അത് പുറംകണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്, ഇൻസൈറ്റ് അത് ആന്തരികമായ ദർശനമാണ്. ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 20-ാം നൂറ്റാണ്ടിന്റെ മുമ്പിൽ പുറം കണ്ണുകൊണ്ടുള്ള ദർശനത്തെ ത്യജിച്ചുകൊണ്ട് ആന്തരികമായ ദർശനത്തിന്റെ വഴി തേടാൻ ആധുനിക മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നു. നിനക്ക് സൈറ്റ് ഗുണം ചെയ്യില്ല, നിനക്ക് ഇൻസൈറ്റ് മാത്രമേ ഗുണം ചെയ്യൂ. നീ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, നീ ഉള്ളുകൊണ്ട് കാണേണ്ടതെന്തോ അതാണ് നിന്നെ നയിക്കേണ്ടത്, അതാണ് നിന്നെ സത്യസന്ധമായ മാർഗത്തിലേക്ക് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി പ്രവാചകന്മാരുടെ വെളിപാടിന്റെ പിന്നാലെ പോകണമെന്ന് ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആധുനികമെന്നും പൗരാണികമെന്നുമുള്ള വിഭജനങ്ങളെ തകർത്തെറിയാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആന്തരികമായ വിജ്ഞാനത്തിലൂടെ പ്രപഞ്ചത്തെ കണ്ടെത്തുന്നതിൽ ഭൗതിക വിജ്ഞാനം, പാരത്രിക വിജ്ഞാനം, പൗരാണിക വിജ്ഞാനം, ആധുനിക വിജ്ഞാനം, ഈ അതിർവരമ്പുകളെ തകർത്തെറിയുന്നതാകുന്നു ഇബ്രാഹിമി ദർശനം, ഇബ്രാഹിമി വെളിപാട്. പഴയകാലം, പുതിയ കാലം, സമാനായേ കാലം ഒന്നാണ്, ഹയാത്തിയേ ജീവിതം ഒന്നാണ്, കായിനാത്തിയേ പ്രപഞ്ചം ഒന്നാണ്.
പഴയതും പുതിയതുമെന്നുമുള്ള വിഭജനങ്ങൾ സങ്കുചിതമായ വീക്ഷണത്തിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. സങ്കുചിതമായ വീക്ഷണമല്ല, വിശാലമായ വീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങളെ കാണാനൊരുങ്ങേണ്ടത്. ഈ കാണുന്ന പ്രപഞ്ചത്തിലൂടെ കരയുടെ മൗനത്തിലും കടലിന്റെ ഗാനത്തിലും ഉദിച്ചുയരുന്ന നക്ഷത്രത്തിലും അസ്തമിക്കുന്ന നക്ഷത്രത്തിലും ജ്വലിക്കുന്ന സൂര്യനിലും കുളിരൂറുന്ന നിലാവ് നമുക്ക് തലോടാൻ പ്രദാനം ചെയ്യുന്ന ചന്ദ്രനിലുമെല്ലാം ഏകനായ തമ്പുരാന്റെ സൃഷ്ടി വൈഭവത്തിന്റെ കലാപ്രകടനങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു മഹാനായ കവി പറയുന്നുണ്ട്, ഒരു അണു എടുത്ത് നീ മുറിച്ചു നോക്കൂ, ഒരണു എടുത്ത് നീ പളർത്തി നോക്കൂ, അതിൽ പോലും നിനക്ക് സൂര്യന്റെ ചോര കാണാൻ സാധിക്കും. സൂര്യന്റെ രക്തം ഒരണു പളർത്തി നോക്കിയാൽ അതിൽ പോലും കാണാൻ സാധിക്കും. അങ്ങനെ ഈ പ്രപഞ്ചം ഒന്നാണ്. ഉദിച്ചുയരുന്ന വലിയ സൂര്യൻ പോലും ഈ ഭൂമിയിലെ ഒരു ചെറിയ അണുവിന് രക്തം പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ വിശ്വാസത്തിൽ ഊന്നി നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചത്. അങ്ങനെ വിജയിച്ചത് കൊണ്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും എന്ന് സ്വലാത്ത് ചൊല്ലുന്നവരോടായിട്ട് പ്രാർത്ഥിക്കാൻ ഈ ദീൻ കൽപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിത മാതൃക അതാണ്. പരീക്ഷണങ്ങൾ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടു. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പദാർത്ഥമല്ലേ തീയിൽ കരിയൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മാറ്റർ എന്ന പദാർത്ഥം തന്നെ ഇല്ലാതാവുകയും സ്പിരിറ്റ് എന്ന ആത്മാവിലേക്ക് ഇബ്രാഹിമി അസ്തിത്വം കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ദാർശനികമായി ഇബ്രാഹിമിന്റെ പ്രതിഭാസത്തെ വിലയിരുത്തിയ മഹാപണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഇബ്രാഹിമിനെ വെറും അഗ്നികുണ്ഡത്തിലൂടെ പുഞ്ചിരിച്ചു വരുന്ന പ്രവാചകനായിട്ട് മാത്രമല്ല, ലോകത്തെ വലിയൊരു തത്വവും സത്യവും പഠിപ്പിക്കുന്ന എതിർപ്പുകളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അതിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുഞ്ചിരി തൂകിയിട്ട് പുഷ്പജോദ്യാനത്തിലൂടെ സുഗന്ധമാസ്വദിച്ചുകൊണ്ട്, മന്ദമാരുതന്റെ സുഗന്ധമാസ്വദിച്ചുകൊണ്ട് കടന്നൊഴുകി വരുന്ന മനോഹരമായ ഉദ്യാനപാലകന്റെ വരവ് പോലെ ജീവിതത്തിന്റെ ആന്തരികമായ ദർശനത്തിൽ പുറം കണ്ടുകൊണ്ടുള്ള കാഴ്ചകളെ മുഴുവൻ തകർത്തെറിയാൻ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അഗ്നികുണ്ഡത്തിലൂടെ പുഞ്ചിരിച്ചിട്ട് കടന്നു വരാൻ സാധിച്ചത്. അപ്രകാരം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് കടന്നു പോകുന്ന അതേ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുഞ്ചിരിച്ചു വരുന്ന അതേ ഊക്ക്, അതേ ശക്തി. അപ്രകാരം തന്നെയാണ് ഭാര്യയെ ഒറ്റയ്ക്ക് മരുഭൂമിയിലാക്കിയിട്ട് വെടിഞ്ഞു പോരാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചത്. ഹാജറ ബീവി ചോദിച്ചു, ഞങ്ങളെ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്? ഞങ്ങളെ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്? ആരായിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അല്ലാഹനെ ഏൽപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് മക്കത്തും മദീനത്തും ഈത്തപ്പഴം മുതൽ ലോകത്തുള്ള സകല പഴങ്ങളും അവിടെ വരുന്നുണ്ട്. കാരണം ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവേ, ഈ ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കണേ, ഈ ഭൂമിയിലേക്ക് സകല പഴങ്ങളും എത്തിച്ചു നൽകണേ. ഇബ്രാഹിം നബിയുടെ ദുആക്കുള്ള മറുപടി ഇന്ന് ഹജ്ജിന് പോകുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ യാതൊരു ഫ്രൂട്ടും ഇല്ല, അവിടെ ലഭ്യമല്ലാത്ത ഒരു മനോഹരമായിട്ടുള്ള ഭക്ഷണ സാധനവും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഹാജറ ബീവിയെ, ഇസ്മായിൽ നബിയെ അവിടെ കൈവടിഞ്ഞു പോരുമ്പോ വിജനമായ മരുഭൂമി, കുടിവെള്ളം പോലുമില്ല. ഒരു നോട്ടം നോക്കേണ്ട താമസം. ഹജ്ജാജിന്റെ മനസ്സ് മാറി. ഹജ്ജാജ് വിറകൊണ്ടു. ഹജ്ജാജ് തളർന്നു പോയി. ഹജ്ജാജ് പറഞ്ഞു, അബൂ സഈദ് നിങ്ങൾ വന്നിരുന്നാലും ഫുളൈൽ ഇബ്നു ഇയാദിനെ അബൂ സഈദ് എന്ന് വിളിച്ചുകൊണ്ട് ക്ഷണിച്ചു വരുത്തി, കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടാണ് ഹജ്ജാജ് പറഞ്ഞയച്ചത്. പോകുന്ന വഴിക്ക് ആരോ ചോദിച്ചു ഫുളൈൽ ഇബ്നു ഇയാദിനോട്, നിങ്ങളെ കൊല്ലാനല്ല ആസൂത്രണം ചെയ്തു വെച്ചിരുന്നു ഹജ്ജാജ്, പക്ഷെ നിങ്ങളെ കണ്ടപ്പോ അബൂ സഈദ് കൂടെ വന്നാലും എന്നാണ് വിളിച്ചു പറഞ്ഞത്. എന്താണ് നിങ്ങളപ്പോൾ ചൊല്ലിക്കൊണ്ടിരുന്നത്? എന്താണ് ഹജ്ജാജിന്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ നിങ്ങളെപ്പോൾ വിളിച്ചു പറഞ്ഞത്? നിങ്ങളെ മനസ്സുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? മറുപടി പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഓർക്കുകയായിരുന്നു, അവനെ പ്രകീർത്തിക്കുകയായിരുന്നു.
ഏകനായ തമ്പുരാനെ പ്രകീർത്തിക്കുന്നവന് ഈ ലോകത്തൊന്നും ഭയപ്പെടാനില്ല. ഏകനായ തമ്പുരാനെല്ലാം അർപ്പിച്ചവന് ഈ ലോകത്ത് ഒരു സംഗതിയെക്കുറിച്ചും ആശങ്കപ്പെടാനില്ല എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് മറുപടി പറഞ്ഞു. ഏകനായ ദൈവം മാനവികതയുടെ മൂല്യങ്ങളെ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. മനുഷ്യരെ ഒന്നായിട്ട് കാണാൻ പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യ സൗഹാർദ്ദം പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യ മഹത്വം പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യ സ്നേഹം പഠിപ്പിച്ചിരിക്കുന്നു. ഈ മദീനയുടെ നായകന്റെ കുടുംബ പരമ്പരയിൽ പിറന്ന ഡൽഹിയിലെ ഒരു ആത്മീയ തേജസ്വി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. ആ നിസാമുദ്ദീൻ ഔലിയ പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാതെ നോമ്പെടുക്കാറാണ് ഉണ്ടായിരുന്നത്. മിക്ക ദിവസങ്ങളിലും നിസാമുദ്ദീൻ ഔലിയക്ക് ഉപവാസമായിരുന്നു. വീട്ടിലുള്ളത് മുഴുവൻ ഭക്ഷണമായിട്ട് ആളുകൾക്ക് ദാനം ചെയ്യും. എല്ലാം വിളമ്പിക്കൊടുക്കും. ഹിന്ദു എന്ന വ്യത്യാസമില്ല, മുസൽമാൻ എന്ന വ്യത്യാസമില്ല. നിസാമുദ്ദീൻ ഔലിയയുടെ സവിധത്തിങ്കൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഭേദചിന്ത കൂടാതെ കടന്നവരുമായിരുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുക്കളയിൽ നിന്നൊരു ചെറിയ ശബ്ദം കേട്ടു. മാനവികത പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ആ ദർശനത്തിലേക്ക് യഥാർത്ഥത്തിൽ ആണ്ടുപോയവർ ലോകത്തിന് നൽകിയ നന്മകൾ എത്ര വലുതായിരുന്നു. നിസാമുദ്ദീൻ ഔലിയ ഈ ഒച്ചപ്പാട് കേട്ടപ്പോ തന്റെ ഭൃത്യനായ ഇഖ്ബാൽ എന്നായിരുന്നു സേവകന്റെ പേര്. ആ വേലക്കാരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇഖ്ബാൽ, ഇനിയും അടുക്കളയിൽ വല്ലതും ബാക്കിയുണ്ടോ ലങ്കർഖാനയിൽ? ഇഖ്ബാൽ ആളുകൾക്ക് എല്ലാവർക്കും തീറ്റ കൊടുത്തു. ഇത്തിരി ഭക്ഷണം മാത്രം ബാക്കിയുണ്ട്. ഉടൻ തന്നെ ആ ഭക്ഷണവും എടുത്ത് ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ നടന്നുപോയ നിസാമുദ്ദീൻ ഔലിയ തെരുവിന്റെ വക്കത്തെവിടെയോ കടന്നുറങ്ങിയ ഒരു യാചകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വിളിച്ചുണർത്തി അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്ന നിസാമുദ്ദീൻ ഔലിയോട് ശിഷ്യന്മാര് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കണ്ടേ? എന്തെങ്കിലും ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് അങ്ങേക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുക? ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ അവരുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ തട്ടിന്മേൽ കയറി. വീട്ടിന്റെ തട്ടിന്മേൽ കയറിക്കൊണ്ട് നഗരത്തിലെ ഓരോ തെരുവിനെയും ചൂണ്ടിക്കൊണ്ട് നിസാമുദ്ദീൻ ഔലിയ ചോദിച്ചു, മഹത്തായ ഭാരത മഹാരാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഓരോ തെരുവിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, കണ്ടോ ആ റോട്ടിൽ, ഈ റോട്ടിൽ, ആ തെരുവിൽ, ഈ തെരുവിൽ എത്ര പേർ പട്ടിണി കിടക്കുന്നു, എത്ര പേർ യാചിക്കുന്നു, എത്ര പേർ ഭക്ഷണമില്ലാതെ അന്തിയുറങ്ങുന്നു, എത്ര പേർക്ക് കുടിവെള്ളമില്ല, എങ്ങനെ എനിക്ക് ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങാൻ സാധിക്കുമെന്ന് ചോദിച്ച ഹസ്രത്ത് മെഹബൂബ് സുബ്ഹാനി നിസാമുദ്ദീൻ ഔലിയ. എന്താണ് പ്രിയപ്പെട്ടവരെ മാനവികത? മതവിശ്വാസം മാനവികതയുമായി എവിടെ വെച്ചാണ് അകന്നത്? എവിടെ വെച്ചാണ് വർഗീയത മതത്തിന്റെ മുദ്രയായി മാറിയത്? എന്ന് മുതലാണ് റോഡ് തടുക്കുന്ന മതമുണ്ടായത്? എന്ന് മുതലാണ് ഹർത്താൽ നടത്തുന്ന, ബന്ദ് സംഘടിപ്പിക്കുന്ന, കല്ലെറിയുന്ന, രോഷം കൊള്ളുന്ന മതമുണ്ടായത്? അതുകൊണ്ട് ഭാരത മഹാരാജ്യത്തിലെ സകല മതസ്ഥരും ഒറ്റക്കെട്ടായി നിന്ന് മഹാത്മാഗാന്ധി കി ജയ്, മൗലാന മുഹമ്മദ് അലി കി ജയ് എന്ന മുദ്രാവാക്യം ഒന്നിച്ചേച്ചു പിടിച്ച ഭാരത മക്കൾ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുമെന്നും സമാധാനത്തെ മുറുകെ പിടിക്കുമെന്നും മാനവിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുമെന്നും പ്രഖ്യാപിക്കാൻ സമയം വൈകിയിരിക്കുന്നു. മതത്തിൽ മാത്രം പോരാ, രാഷ്ട്രീയത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ എവിടെയും മാനവികതയെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ആരാണ് മാതാവ്, ആരാണ് പിതാവ്, ആരാണ് അയൽവാസി, ആരാണ് ബന്ധു, ഇതൊന്നും കുട്ടികളെ പഠിപ്പിക്കാതെ വെറും ഹൈഡ്രജൻ എന്താണ്, വെറും നൈട്രജൻ എന്താണ്, വെറും ക്ലോറിൻ എന്താണ്, സോഡിയം ക്ലോറൈഡ് എന്താണ്, സൾഫ്യൂരിക് ആസിഡ് എന്താണ്, ക്ലോറോഫിൽ എന്താണ്, ഒരു വൃത്തത്തിന് എങ്ങനെയാണ് 360 ഡിഗ്രി ഉണ്ടാകുന്നത്, പോത്തിന്റെ കൊമ്പ് എങ്ങനെയാ വളഞ്ഞതെന്ന് പഠിപ്പിക്കുന്ന സുവോളജി, വൃത്തത്തിന്റെ 360 ഡിഗ്രി പഠിപ്പിക്കുന്ന ജിയോമെട്രി, a plus b r square is equal to a square plus b square plus 2ab എന്ന സിദ്ധാന്തം കൊണ്ട് എങ്ങനെ വൻ തത്വങ്ങളെ ജയിച്ചടക്കാമെന്ന് പഠിപ്പിക്കുന്ന അൽജിബ്ര, ഒന്നും കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്ന അരിത്മാറ്റിക്സ്, തെങ്ങിന്റെ പച്ച നിറമുള്ള ഹരിതകമാകുന്ന ക്ലോറോഫിൽ വെച്ച് എങ്ങനെയാണ് തെങ്ങ് അതിന്റെ ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്ന സസ്യശാസ്ത്രം, ബോട്ടാണി, പിന്നെ ഭാഷകൾ എല്ലാം കോരിക്കൊടുക്കുമ്പോഴും മനുഷ്യന് ആവശ്യമുള്ള പലതരയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അവഗണിച്ചു കളഞ്ഞിരിക്കുന്നു. മനുഷ്യത്വം. അതുകൊണ്ട് ഈ വേദി മതവിഭാഗ ചിന്തകൾക്ക് അതീതമായി മാനവിക മൂല്യങ്ങളെ പാഠ്യവിഷയമാക്കാൻ മതേതര ഗവൺമെന്റ് സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. കുട്ടികളെ നന്മ പഠിപ്പിക്കുക, ആരാണ് അയൽവാസി എന്ന് പഠിപ്പിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച ബൈബിളിന്റെ തത്വം ഇവിടെയുണ്ട്. ജീസസിന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനങ്ങളുണ്ട്. അപ്രകാരം തന്നെ മനുഷ്യർക്ക് വരെ മാതാവിന്റെ പിതാവിന്റെ മക്കൾ, ഒരമ്മ പെറ്റ മക്കൾ,
ഒരേ കുടുംബത്തിൽ പിറന്നവരെന്ന് പഠിപ്പിക്കുന്ന വേദങ്ങളുടെ ഉപനിഷത്തുക്കളുടെ തത്വസംഹിതകളുടെ റസൂൽ കരീമിന്റെ മദഹാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പ്രഭാഷണങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മദീനയിലേക്കുള്ള പാത എന്ന പ്രഭാഷണത്തിലും അതിനു മുമ്പ് സിദ്ദീഖും ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ എന്ന പ്രഭാഷണത്തിലും പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെയും ഒന്നാം രണ്ടാം ഖലീഫമാരുടെയും ജീവിതഗാഥകൾ നാം വിഷയമാക്കിയിട്ടുണ്ട്. മൂന്നാം നാലാം ഖലീഫമാരുടെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിത സന്ദേശങ്ങളും ജീവിതഗാഥകളുമാണ് നാളെയും മറ്റന്നാളുമായി ഇൻഷാ അല്ലാഹ് നാം പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ, മരണപ്പെട്ട ബന്ധുജനങ്ങൾ, വിഷമഘട്ടങ്ങൾ, പ്രയാസങ്ങൾ എത്ര അല്ലാഹു ആ ദുആകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ചില സഹോദരങ്ങൾ പ്രത്യേകമായി മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാവിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിതാവിന്റെ പരലോക ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുകയും ഈ വിഷയത്തോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ മാതാപിതാക്കളുടെ ഖബറുകളെ വെളിച്ചം കൊണ്ട് ഈ രാത്രി തന്നെ നിറക്കുമാറാകട്ടെ. പുണ്യ റസൂലിന്റെ സ്വലാത്ത് മുഴങ്ങുന്ന ഈ സദസ്സിൽ വെച്ച് നാം ചൊല്ലുന്ന ഈ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമ്മെ എല്ലാവിധ വിഷമസ്ഥിതികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ നമുക്ക് വിജയവും മോക്ഷവും ശക്തിയും പ്രദാനം ചെയ്യട്ടെ. പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ ഈ മദീനയിലേക്കുള്ള പാതയിൽ എന്ത് വിഷയം കൈകാര്യം ചെയ്താലും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ നട്ടെല്ല് പോലെ, വിഷയത്തിന്റെ നട്ടെല്ല് പോലെ അവിടുത്തെ വ്യക്തിത്വം ഇതിനോടൊപ്പം ഉണ്ടാകണമെന്നും അവിടുത്തെ ഹുബ്ബുണ്ടാകണമെന്നും അവിടുത്തെ സ്വലാത്ത് ഉണ്ടാകണമെന്നും നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ ചർച്ചയുടെ അവസാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഓർക്കുന്നത്. നാം ഇവിടെ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സലാം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. നാളെയും മറ്റന്നാളും അതേ സലാം നമുക്ക് ആവർത്തിക്കേണ്ടതുണ്ട്. സലാം സഫർ കെ ജിസ്നെ ഗാലിയാം ഖാകർ ദുആएं ദേ, സലാം സഫർ കെ ജിസ്കെ ഘർ മേ ന ചാंदी थी न सोना था. വീട്ടിൽ ലാളിത്യത്തോടുകൂടി ജീവിച്ചിരുന്നപ്പോഴും ഉന്നതമായ സ്ഥാനങ്ങളെ പുൽകിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളോടൊപ്പം നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബദരീങ്ങൾ ആരാണ്? നമ്മുടെ നായകന്മാർ. ബദരീങ്ങൾ ആരാണ്? നമ്മുടെ പ്രേരണ, നമ്മുടെ പ്രചോദനം. ബദരീങ്ങളാണ് ഈ തൗഹീദിനെ ഇവിടെ നിലനിർത്തി തന്നത്. ബദറിന്റെ രണാങ്കണത്തിൽ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കൂട്ടത്തെ തോൽപ്പിക്കല്ലേ, അല്ലാഹുവേ ഇവരെ ജയിപ്പിക്കണേ, അല്ലാഹുവേ ഇവരെ തകർന്നു പോയാൽ നിന്റെ പേര് പറയാൻ ഈ ഭൂമിയിൽ ആളുകളില്ല തമ്പുരാനെ, അതുകൊണ്ട് ഇവരെ ജയിപ്പിക്കണേ തമ്പുരാനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുമ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ആ ബദറിലാണ് ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജനക്കൂട്ടത്തിലേക്ക് അങ്ങ് കടന്നു കയറിക്കോ, നിനക്ക് സ്വർഗ്ഗം ലഭിക്കാൻ പോവുകയാണ്. ഈത്തപ്പഴ പൂക്കുന്ന കാലമാണ്. മദീനയിലും പരിസരത്തും മക്കത്തുമെല്ലാം നല്ല ചൂടുകാലത്ത് ചുടുകാറ്റടിക്കുമ്പോഴാണ് ഈത്തപ്പഴം പഴുക്കുന്നത്. ആ ഈത്തപ്പഴം പഴുക്കുന്ന സമയത്ത്, ചൂട് സമയത്ത് റമദാനിലെ 17 ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് മുന്നോട്ടങ്ങ് പോയിക്കോ, നിനക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട താമസം ഈ സഹാബി വാഹ് വാഹ് എന്ന് 2 വട്ടം വിളിച്ചു പറഞ്ഞത്രേ. ആ സ്വർഗ്ഗത്തിന്റെ സുഗന്ധമിതാ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈത്തപ്പഴം പോയാൽ എന്താണ്, ഈത്തപ്പഴം പൂത്താൽ എന്താണ്, ഈത്തപ്പഴം കഴിഞ്ഞു പോയതിനെ പറ്റി ആര് ബേജാറാകാനാണ് അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടിയിട്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആ പുണ്യ ശരീരം ഹാജരാക്കപ്പെടുകയാണ്. ആ സഹാബിയെ റസൂലുള്ളാഹി തന്നെ ശരീരം എടുത്തുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, എനിക്ക് അസൂയ തോന്നിപ്പോയി. മുഹമ്മദ് മുസ്തഫാന്റെ കൈകൊണ്ട് ഖബറിലേക്ക് ഇറങ്ങി പോകാൻ ഭാഗ്യമുണ്ടായ സഹാബിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വമ്പിച്ച അത്ഭുതമായി, എനിക്ക് വല്ലാത്ത അസൂയ തോന്നിപ്പോയി ആ സഹാബിയോട്. അതാണ് ബദർ. ആ ബദർ സത്യത്തിൽ ഹംസത്തിന്റെ കൊണ്ടാട്ടമാണ്. ഹംസത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഹംസത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞത്രേ, അബൂജഹൽ നിങ്ങളെ എന്താ ചെയ്തത്? ഞാൻ പകരം ചോദിച്ചു കൊള്ളാം. ഞാൻ അബൂജഹലിനോട് പ്രതികാരം ചോദിക്കാൻ തയ്യാറാണ്. പക്ഷേ എളാപ്പയായ ഹംസത്ത് റളിയല്ലാഹു അൻഹു അപ്പോഴും മുഅ്മിനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുണ്യ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടങ്ങ് പറയാൻ തുടങ്ങി, നിങ്ങൾ ലോകത്ത് മുഴുവനുള്ളവരോട് പ്രതികാരം ചോദിച്ചിട്ട് എന്താണ് ബഹുമാനപ്പെട്ട പിതൃ കാര്യം? നിങ്ങൾക്ക് ഈമാനില്ലല്ലോ. നിങ്ങൾ എന്നോട് ചെയ്തതിന് പകരം ചോദിക്കാൻ 1000 അബൂജഹലുമാരോട് ഏറ്റുമുട്ടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് ദീനിന്റെ വിശ്വാസം കിട്ടിയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹംസത്ത് എന്നോരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ലോകരോട് മുഴുവൻ ഏറ്റുമുട്ടാൻ പോയിട്ട് എന്ത് കാര്യം? ലോകത്തുള്ള മുഴുവൻ നിഷേധികളെ നിങ്ങൾ തകർത്തെറിഞ്ഞിട്ട് എന്ത് കാര്യം? ബഹുമാനപ്പെട്ട ഹംസത്ത്, ഒരിക്കലും നിങ്ങൾക്ക് ഈമാന്റെ സുഗന്ധം കിട്ടിയിട്ടില്ലല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് ചോദിക്കേണ്ട താമസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായിട്ട് പറഞ്ഞത്രേ, സ്വീകരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതേറ്റ് പറഞ്ഞുകൊണ്ട് ഹംസത്ത് ദീനിന്റെ സുഗന്ധം ആസ്വദിച്ച് കടന്നു വരികയാണ്. ആ ഹംസത്താണ് ബദറിൽ വിളിച്ചു പറയുന്നത്, ആറ്റൽ നബി മഹ്മൂദർ ഹൗദീന്ന് വെള്ളം കുടിക്കുന്നോനാരെടാ. ആളെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോ ആ വെള്ളത്തിന് വേണ്ടി പാത്രം നീട്ടുന്നവരിൽ ഒന്നാമനായവരിൽ നിൽക്കേണ്ട, മുൻനിരയിൽ നിൽക്കേണ്ട ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാണ്, റസൂലുള്ളാഹിന്റെ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തംബിയ സുവദേ മാറടാ. അസ്വദേ മാറിനില്ലേ, ശത്രുക്കളെ മാറിനില്ലേ. മുഹമ്മദ് മുസ്തഫാന്റെ ഹൗദിന്ന് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ആറ്റൽ നബി മഹ്മൂദർ ഹൗദീന്ന് വെള്ളം കുടിക്കുന്നോനാരെടാ. അതാണ് റമദാനി 17 രാവ് നൽകുന്ന സന്ദേശം. അത് ഇതുവരെ പറഞ്ഞ മാനവികതയുടെ പാഠമാണ്, ഏക ദൈവത്വത്തിന്റെ പാഠമാണ്, മദീനയുടെ നായകൻ നൽകിയ ഏറ്റവും വലിയ പാഠമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ആ സത്യസമാധാനം പുലർന്ന കാലത്ത് അയൽപക്കത്തെ രാജാക്കന്മാർക്ക് കത്ത് കൊടുത്തേക്കുകയുണ്ടായി. തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പോയ കത്തുകൾ, അതിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ആ കത്ത് കൈപ്പറ്റിയവരിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ നജാശി രാജാവായിരുന്നു. അദ്ദേഹം അത് കിട്ടേണ്ട താമസം കത്തിന് മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഖുസ്റു പർവേസ് ആയിരുന്നു. ഖുസ്റു പർവേസ് കത്ത് കിട്ടിയ പാട് പറഞ്ഞു, ഏതായി മുഹമ്മദ്? ആരായി മുഹമ്മദ്? ആ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുവരാൻ ആളെ അയക്കുകയും എത്രയും പെട്ടെന്ന് കത്തിന് മറുപടി അയക്കുകയും ചെയ്യണമെന്ന് തന്റെ ഗവർണറായ ആദനെ വിളിച്ചുകൊണ്ട് ഖുസ്റു പർവേസ് പറഞ്ഞു. ആദന്റെ ദൂതുമായിട്ട് കത്തുമായിട്ട് മദീനയിലേക്ക് റോമൻ പടയുടെ പ്രതിനിധി കടന്നു വരികയാണ്. മുഹമ്മദ് മുസ്തഫാനെ പിടിച്ചുകൊണ്ടുപോകാൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് കത്ത് കൊടുക്കേണ്ട താമസം റസൂലുള്ളാഹിക്ക് വഹി വരികയാണ്. ആകാശത്തിൽ നിന്ന് മാലാഖ പാറിപ്പറക്കുകയാണ്. റമദാനിലെ ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയ ആദ്യത്തെ വരവിറങ്ങിയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ നബിയുടെ ജീവിതത്തിലെ ആദ്യത്തെ വഹിയുമായി ആദ്യത്തെ വരവ് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നെറ്റിത്തടം വിയർക്കുന്ന പോലെ, വരുന്ന പോലെ, ശരീരത്തിലേക്ക് മലക്ക് വന്ന് പ്രവേശിക്കുന്ന പോലെ നബി തിരുമേനി ആളുകൾക്കിടയിൽ നിന്ന് കുറച്ചു സമയം ഒളിഞ്ഞുപോയി തിരിച്ചു വന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ കത്തും കൊണ്ട് നീ തിരിച്ചു പോയിക്കോ, നിന്റെ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു. ആ രാജാവിന്റെ മകനായ ശീറീൻ അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഏതായാലും എന്നെ പിടിച്ചോണ്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ.
ഈ വിവരവുമായി ദൂതൻ റോമൻ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ സിംഹാസനത്തിൽ ആള് മാറിയിരിക്കുന്നു. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ ഖുസ്റു പർവേസ് മരണപ്പെട്ടു പോയിരിക്കുന്നു. അയാളുടെ മകന് സുന്ദരിമാർ വെഞ്ചാമരം വീശിക്കൊണ്ട് പുതിയ രാജാവായിട്ട് വരവേൽക്കുകയാണ്. വിവരം പോയിട്ട് പറയേണ്ട താമസം കൊട്ടാരത്തിൽ തടിച്ചുകൂടിയവർ വിളിച്ചു പറഞ്ഞവത്ര അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. सलाम उस पर के जिसने बादशाही में फकीरी की. अस्सलाम वालेकुम रहमतुल्लाह. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി കാണിക്കാൻ ഒരേ ഒരു മാർഗം സല്ലല്ലാഹു അലാ. റസൂൽ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ